ഞാൻ അൻബിൻ ഡേവിഡ് കോശി, കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്കും മിടുക്കരാകാം എന്ന ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം. സർ, എനിക്ക് പഠിച്ച് ഉന്നത തലങ്ങളിൽ എത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മടി കാരണം എൻ്റെ പഠനം അങ്ങ് ശരിയാവുന്നില്ല. സർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മിക്ക കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് മടി. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി ചില ശീലങ്ങൾ നമുക്കുണ്ട്. ആ ശീലങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. മനസ്സിലാഗ്രഹം ഉണ്ടാവും, മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചിലർക്ക് എങ്ങനെയാണെന്ന് അറിയുമോ, തുടങ്ങാനാണ് ഒരു വിഷമമുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് തുടങ്ങാനായിട്ടുള്ളത്. അതിനാദ്യമായി നമുക്ക് വേണ്ടത് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഒരു ടൈം മാനേജ്മെൻറ്റ് വേണം. ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സമയത്ത് ഉണരും, ഇന്ന സമയത്ത് ഞാൻ ഉറങ്ങും. ഇതൊന്നും ഒരു കൃത്യസമയം എന്തിനും പാലിക്കണം. അപ്പോൾ ഉറക്കവും ഉണരലും ഒക്കെ ഒരു പ്രത്യേകമാണ്. ഇപ്പം ഞാനാണെങ്കിൽ വർഷങ്ങൾ മുമ്പേ കൊണ്ട് 6 മണി എന്നുള്ളത് കൃത്യം ഒളിക്കും. അതിന് അലാറം വേണ്ട. 6 മണി എന്ന് പറയുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. അത് കൃത്യമായ പാലിച്ചുകൊണ്ട് പോവുകയാണ്. അത് അവധി ദിവസമായാലും പരീക്ഷ കഴിഞ്ഞുള്ള ദിവസമായാലും മറ്റെന്ത് ദിവസമായാലും തുടർന്നുകൊണ്ട് അങ്ങനെ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിട്ടകൾ കാണത്തില്ല, പക്ഷേ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചവരെയൊക്കെ ഒന്ന് നോക്കിയാട്ടെ, അവർക്കൊക്കെ ഒരു ചിട്ട കാണും. ഏതിലും ജീവിതത്തിൽ പരാജയപ്പെട്ടവരെയും നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന്. ആ പരാജയം നമുക്കൊരു സ്ട്രെങ്താക്കി മാറ്റണം. ആ അനുഭവ പാഠങ്ങൾ നമുക്കൊരു സ്ട്രെങ്തായി മാറ്റണം. അതായത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ വേണം. അപ്പോൾ ആ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകണമെങ്കിൽ എല്ലാ പ്രവൃത്തികളിലും, ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം ഉണ്ടാകണം. അപ്പം നമ്മൾ ഇനി വേറെ 1-2 ചിട്ടകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 1-2 കാര്യങ്ങൾ ഈ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നതോടൊപ്പം നിങ്ങൾ പഠനത്തിൽ ഒരു മടി മാറി വരാനായിട്ട് ഈ ബെഡിലിരുന്ന് ചിലർ പഠിക്കുന്നുണ്ട്. ഒരിക്കലും ബെഡിലിരുന്ന് പഠിക്കരുത്. പഠിക്കാനായി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകണം. ആ സ്ഥലത്തിരുന്ന് മാത്രമേ പഠിക്കാവൂ. അതുപോലെ തന്നെ പഠന സമയത്ത് മൊബൈൽ മാറ്റി വെക്കണം. മൊബൈലിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലോട്ട് നോക്കുമ്പോൾ ആ ചിട്ടയമോ പരീക്ഷാ സമയത്ത് ഒരിക്കലും അതാകരുത്. അതുപോലെ തന്നെ നമ്മുടെ പഠനശീലങ്ങൾക്കും പഠന ചിട്ടകൾക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു മാറ്റം വേണം. മാറ്റം വരുമ്പോൾ അതൊരു ഒരു പാറ്റേൺ നമുക്ക് സ്വീകരിക്കണം. അപ്പോൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ പഠിക്കാനായിട്ട് വരും, ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിച്ച് കയറാനൊക്കൂ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? താൽക്കാലിക സന്തോഷമാണ്. നമുക്ക് പൂർണ്ണമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വിജയിച്ച് കയറണമെങ്കിൽ എന്ത് വേണം? എന്തൊക്കെ വേണമെന്ന് നമ്മൾ തന്നെ നിശ്ചയിക്കണം. അത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധമായിരിക്കരുത്, മറ്റുള്ളവരുടെ പറച്ചിലായിരിക്കരുത്. അത് വേണം. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു മടി തോന്നുന്നത് ഒത്തിരി വോളിയം വരുമ്പോഴാണ്. അപ്പോൾ വോളിയം വരാതെ, ആ വോളിയം ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ കഷണങ്ങളായി മുറിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് ആ മടി വരത്തില്ല. ഞാൻ ഇത്രയും പഠിച്ചു, അത്രയും പഠിച്ചാൽ മതി, അത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞു മനസ്സ് മടിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 1 മിനിറ്റ് പോലും പഠനത്തിനല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിനല്ലാതെ ഉപയോഗിക്കപ്പെടില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഇങ്ങനെ ഒരു തീരുമാനം മനസ്സിലൊന്ന് എടുത്തുകൊണ്ടൊന്ന് പഠിച്ചു തുടങ്ങിയാട്ടെ, മടി ഒട്ടും വരില്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും.